+2 വരെ നമ്മൾ പഠിച്ചതിൽ നമ്മളെ ക്ലാസ് ടീച്ചർമാരുടെ പേര് നമുക്ക് ഓർമ്മയുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മെമ്മറി പവർ ടെസ്റ്റിംഗ് ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ മൂപ്പര് 1 മുതൽ +2 വരെയുള്ള ക്ലാസ് ടീച്ചർമാരെ പേരൊന്ന് എഴുതട്ടെ. പേടി നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പേടി എന്തിന്റെ പേടിയാണ് വിചാരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പേടിയല്ല കേട്ടോ. പേടി എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഫ്ലൈറ്റ് കയറാൻ ഭയങ്കര പേടിയാണ്, അതുപോലെ തന്നെ ലിഫ്റ്റ് കയറാനും ഭയങ്കര പേടിയാണ്. അപ്പൊ മൂപ്പർക്ക് എന്താന്ന് പറയും, ഇന്ന് പോയാല് നാളെ തന്നെ അങ്ങോട്ട് വരണം. അപ്പൊ ഞാൻ എന്തെങ്കിലും അടി ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടെ നിൽക്കും. അപ്പൊ 2 ദിവസം ഗ്യാപ്പ് ഇട്ടു. അതാണ് ഈ സ്വഭാവം മാറുന്നെന്ന് പറഞ്ഞത്. എന്റെ അമ്മ കേൾക്കണ്ട. എനിക്ക് ക്ഷമ ഒട്ടും തന്നെ ഇല്ലാത്ത ആളാണ്. എങ്ങനെ ഇനി ക്ഷമിക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ക്ഷമ ഉണ്ട്. പക്ഷെ മൂപ്പരോട് വല്ലാതെ അങ്ങോട്ട് ക്ഷമ വരുന്നില്ല. അതെന്താന്ന് മനസ്സിലാക്കുന്നില്ല കേട്ടോ. അപ്പൊ അത് തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ പറയില്ല, വേണമെങ്കിൽ എഴുതി കാണിച്ചാൽ നീ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എങ്ങനെയായാലും എന്റെ ക്വാളിറ്റി അറിഞ്ഞാൽ മതി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാലും പിന്നെ ഞാനും എഴുതിയിട്ട് അങ്ങനെ വായിക്കാന്ന് കരുതിട്ടോ. അപ്പൊ ക്വാളിറ്റി ഒരു 5 എഴുതട്ടെ, പിന്നെ ഞാനൊരു 5 ക്വാളിറ്റി എഴുതാം. ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബോണ്ടിങ് വീഡിയോ ആയിട്ടോ. നമ്മൾ തമ്മിൽ എത്രത്തോളം ബോണ്ടിങ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ എനിക്കും മനസ്സിലാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാട്ടോ. അപ്പൊ ഈ നമ്മുടെ ബോണ്ടിങ് വീഡിയോ എന്താന്ന് വെച്ചാല്, എന്റെ ഇഷ്ടമുള്ള ക്വാളിറ്റി ഇക്കയും, അതുപോലെ തന്നെ മൂപ്പരിൽ എനിക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി ഞാനും, എന്നിൽ ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി മൂപ്പരും, മൂപ്പരിൽ ഇഷ്ടമില്ലാത്ത ക്വാളിറ്റിയും നമ്മൾ പരസ്പരം അറിയാൻ പോകുന്ന ഒരു നിമിഷം കൂടിയാണ്. അപ്പൊ നമ്മളൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ബുക്കിലാണ് എഴുതി വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഒരു മെമ്മറി പവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ 1 മുതൽ +2 വരെ പഠിച്ചതിലില്ല ക്ലാസ് ടീച്ചർമാരുടെ പേര് നമുക്ക് ഓർമ്മയുണ്ടോന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പൊ ആദ്യം തന്നെ എന്നിൽ ഇഷ്ടമുള്ള ഒരു 5 ക്വാളിറ്റി മൂപ്പര് എഴുതട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ട് നമുക്കതൊന്ന് പരസ്പരം വായിച്ചു നോക്കാം. ആദ്യം നമ്മൾ വിചാരിച്ചത് ഞാൻ ഒറ്റയ്ക്ക് പറയാം, അതായത് മൂപ്പരിൽ എനിക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റിയും ഇഷ്ടമില്ലാത്ത കാര്യവും ഒറ്റയ്ക്ക് പറയാനാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി എന്റെ ക്വാളിറ്റി എന്താന്ന് എനിക്കും കൂടി അറിയണല്ലോ. മൂപ്പര്, അതായത് എന്നിൽ എന്ത് കാര്യമാണ് മൂപ്പർക്ക് ഇഷ്ടമുള്ള ഇത് നമുക്ക് എല്ലാ വൈഫുമാർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന്. നമ്മളെ ഇതിൽ ഇഷ്ടമില്ലാത്ത കാര്യം ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മളോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇഷ്ടമുള്ള കാര്യം അവർ നമ്മളോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് തോന്നി എന്നിലുള്ള ക്വാളിറ്റി എനിക്ക് അറിയാനൊരാഗ്രഹം. അപ്പൊ ഞാൻ പിടിച്ചിരുത്തിയതാണ്. അപ്പൊ അത് തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ പറയില്ല, വേണമെങ്കിൽ എഴുതി കാണിച്ചാൽ നീ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എങ്ങനെയായാലും എന്റെ ക്വാളിറ്റി അറിഞ്ഞാൽ മതി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാലും പിന്നെ ഞാനും എഴുതിയിട്ട് അങ്ങനെ വായിക്കാന്ന് കരുതിട്ടോ. അപ്പൊ ക്വാളിറ്റി ഒരു 5 എഴുതട്ടെ, പിന്നെ ഞാനൊരു 5 ക്വാളിറ്റി എഴുതാം, പിന്നെ ഇഷ്ടമില്ലാത്തൊരു 5 ക്വാളിറ്റി എഴുതാം, പിന്നെ ഞാനും അതുപോലെ തന്നെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തൊരു 5 ക്വാളിറ്റി എഴുതാം. ഇഷ്ടമുള്ളത് കുറവായിരിക്കുമെന്ന് തോന്നുന്നു, ഇഷ്ടമില്ലാത്തത് കുറെ എഴുതും കേട്ടോ. അപ്പം ഇന്നൊരു വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് നല്ല മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷമാണ് ഇതേപോലെ മൈഗ്രെയിൻ സ്റ്റാർട്ട് ആവുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറെ എന്താ പച്ചമരുന്ന് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മരുന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറയുന്നല്ലാതെ പിന്നെ ഇതേപോലെ തന്നെ തുടരും കേട്ടോ. അപ്പൊ നമുക്കിപ്പോ ഞാൻ സാധാരണ മൈഗ്രെയിൻ ഉണ്ടാവുമ്പോൾ ഞാനൊന്നും നോക്കാറില്ല, പെയിൻ കില്ലർ എടുത്ത് കുടിക്കും, അല്ലെങ്കിൽ പോയിട്ട് ഇഞ്ചക്ഷൻ അടിക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്, കാരണം നമുക്ക് മഞ്ഞപ്പിത്തം വന്നിട്ട് റിക്കവർ ആവുന്നേ ഉള്ളൂ. അപ്പൊ കുറച്ചു നേരം നമ്മൾ ഉറങ്ങി എണീച്ചപ്പോ കുറച്ചൊരു പെയിന് കുറവുണ്ട്. നമുക്കറിയാലോ എന്താ മൈഗ്രെയിൻ വന്നാൽ എന്താണ് സിറ്റുവേഷൻ എന്ന്. എനിക്ക് സൗണ്ട് തീരെ ഇഷ്ടമല്ല, അതുപോലെ തന്നെ മക്കളെ നോക്കാനൊക്കെ ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നു. പിന്നെ നമ്മൾ പച്ചമരുന്ന് ഒന്ന് തലയിലിട്ടപ്പോ നമുക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കുറഞ്ഞവരാണെങ്കിൽ നമുക്ക് കൂടി ഒന്ന് പറഞ്ഞു തരാട്ടോ. കാരണം നമുക്ക് ഒട്ടും കുറവില്ലാത്തതുകൊണ്ടാണ്, നമുക്കൊരു വീക്ക്ലി ആയിട്ട് ഇങ്ങനെ മൈഗ്രെയിൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നമുക്കും കൂടി ഒന്ന് പറഞ്ഞു തരാട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിന്യൂ പോവാണ്. അപ്പൊ നമ്മളെ വീഡിയോയിലോട്ട് പോവാം. കാര്യമായിട്ട് നല്ലപോലെ എഴുതുന്നുണ്ട്, കഥ എഴുതുന്ന പോലെ എഴുതി പോകുന്നുണ്ട്. ഇനി ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അപ്പൊ ഇനി ഞാൻ എഴുതാട്ടോ. അന്നൊരു പേജ് മറിച്ച് തന്നോ, അതും കൂടി എന്റേതും കൂടി കഴിഞ്ഞിട്ട് വായിക്കാലോ. അപ്പൊ മൂപ്പര് എന്നെ ഇഷ്ടമുള്ള ക്വാളിറ്റി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി മൂപ്പരിൽ ഇഷ്ടമുള്ള ക്വാളിറ്റി എഴുതാട്ടോ. നമ്മൾ മുന്നേ വീഡിയോ എടുക്കാന്ന് പ്ലാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഓർത്ത് വെച്ചിട്ടൊന്നുമില്ല, കിട്ടുന്ന അങ്ങനെ എഴുതി പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നിന് ഭയങ്കര ക്ഷാമമുണ്ട്. അപ്പൊ ഒന്നിങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ക്വാളിറ്റിക്ക്. അപ്പൊ ഞാൻ 5 ക്വാളിറ്റി എഴുതിയിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്റെ 5 ക്വാളിറ്റി എന്താ മൂപ്പര് എഴുതിയത് എന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, കാരണം ഇതുവരെ എന്റെ ക്വാളിറ്റി എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെങ്കിലും ഞാനൊന്ന് അറിയട്ടെ. നല്ല കുക്കിംഗ് ആണ് നാട്ട് എഴുതിയത്.
പൊതുവെ നമ്മളിപ്പോ ഒരു 1 ഇയർ ആയിട്ടുള്ള നല്ലപോലെ കുക്കിംഗ് ചെയ്യല് തുടങ്ങിയിട്ട്. കാരണം നമ്മളിപ്പോ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇപ്പൊ നമ്മൾ തന്നെ കുക്കിംഗ് ചെയ്യണല്ലോ. അപ്പൊ പുതിയ പുതിയ പരീക്ഷണമൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്നത് കൊണ്ടായിരിക്കാം. രണ്ടാമത്തെ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ നട്ട് എഴുതിയിട്ടുള്ളത്. താങ്ക് യു. മൂന്നാമത്തത് അഡ്ജസ്റ്റബിൾ ആണ്. നമ്മൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റബിൾ തന്നെയാണ് കേട്ടോ. കുറെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമല്ലോ, എന്നാലല്ലേ നമ്മളെ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ. നാലാമത്തത് കെയറിങ് ആണ് എഴുതിയിട്ടുള്ളത്. ഉണ്ടോ കെയറിങ്? പറയാൻ മടിയാണ്, അതുകൊണ്ടാണ് എഴുതി കാണിച്ചു തരുന്നത് കേട്ടോ. അഞ്ചാമത്തത് നല്ല വൃത്തിയാണ്, വീടെല്ലാം ക്ലീൻ ആക്കും. എനിക്ക് പൊതുവെ നല്ല പോലെ ക്ലീൻ ആയിട്ട് കിടക്കണം. കാരണം മോനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവന് മുട്ട് കുത്തിയാണ്ട് പോവുമല്ലോ. ആ ടൈമിലൊക്കെ എല്ലാം നമ്മളറിയാം കഴിക്കും, കിട്ടണതൊക്കെ കഴിക്കും. അപ്പൊ ഞാൻ 2 തവണ വീടൊക്കെ അടിച്ചൊരു തുടക്കമൊക്കെ ചെയ്യും. കാരണം അവന് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എല്ലാം നല്ലതാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും പെട്ടെന്ന് അത് പറ്റിയല്ലോ, പിന്നെ നമുക്ക് തന്നെ അതൊരു സങ്കടമാവുമല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാനെല്ലാം ക്ലീൻ ആക്കുന്ന ഒരു കൂട്ടത്തിലാട്ടോ. മൂപ്പർക്കും നല്ല വൃത്തിയാണ്. ഇനി മൂപ്പരിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അറിയാം. നല്ല സ്നേഹമാണ് ഒന്നാമത്തത് കേട്ടോ. നമ്മൾ കുഴപ്പമൊന്നുമില്ല, നല്ല സ്നേഹമാണ്. എന്നെക്കാട്ടിലും സ്നേഹം നമ്മളെ മക്കളോടാട്ടോ. മക്കൾക്ക് എന്ത് പറ്റില്ല അത് സഹിക്കാൻ പറ്റില്ല. എന്നെക്കാട്ടിലും കൂടുതലും മക്കളും എന്നില്ല ഒരു വിചാരം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ നല്ല ക്ഷമയുള്ള ആളാണ്. കാരണം ഞാൻ ഒട്ടും തന്നെ ക്ഷമയില്ലാത്ത ആളാണ്. ഇപ്പൊ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും കൂടി ഞാൻ ഒട്ടും ക്ഷമയില്ലാത്ത ആളാണ്. ഞാനുമാണെങ്കിൽ ഒരു 5-6 ദിവസം ആണെങ്കിൽ മിണ്ടാതിരിക്കും. പക്ഷെ മൂപ്പരിനെ കൊണ്ടും മിണ്ടാതിരിക്കാൻ കഴിയൂല. ഞാൻ ഒട്ടും തന്നെ അങ്ങോട്ട് പോയി മിണ്ടുന്ന ഒരാളല്ല. മൂപ്പരായിരിക്കും ഇങ്ങോട്ട് വന്നിട്ട് മിണ്ടുന്നത്. ഞാൻ ഒട്ടും തന്നെ ക്ഷമയില്ലാത്ത ആളാണ്. ഞാൻ കുറെയൊക്കെ അങ്ങനെ വിചാരിക്കും, എനിക്ക് എന്റെ ഈ ഒരു എന്റെ ഈ ഒരു ഇത് മാറ്റണം എന്നൊക്കെ കുറെ വിചാരിക്കും. പക്ഷെ കയ്യില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് ദേഷ്യം വരും. മൂപ്പർക്ക് നല്ലപോലെ ദേഷ്യം വരും, എന്നെക്കാളും ദേഷ്യം വരും. പക്ഷെ ക്ഷമ എന്ന് പറയുന്ന സാധനം മൂപ്പർക്ക് നല്ലപോലെ ഉണ്ട്. എനിക്ക് ക്ഷമ കുറച്ച് കുറവാണ്. മൂന്നാമത്തെ നമ്മൾ എല്ലായിടത്തും കറങ്ങാൻ കൊണ്ടുപോകും. ഇപ്പൊ നമ്മള് പോകാത്ത നമ്മുടെ കേരളത്തിലാണ് ചുരുക്കം ഒരു 14 ജില്ലകൾ ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 ജില്ലകളിലേ പോകാത്ത ഉണ്ടാവുള്ളൂ. നമ്മൾ എല്ലായിടത്തും കൊണ്ടേ കാണിച്ചു തരും കേട്ടോ. മൂപ്പർക്കും ട്രാവൽ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. നമ്മളെയും നല്ലപോലെ കൊണ്ടുപോകും. മക്കൾക്കായാലും എല്ലാം കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. നാലാമത്തെ ഞാൻ ഹെൽപ്പിങ്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് കിടക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെങ്ങനെയാണോ നമ്മള് വീട് കൊണ്ടെടുക്കുന്നത് അതേപോലെ നോക്കും, കുക്ക് ചെയ്യും, മക്കളെ നോക്കും, ഒക്കെ ചെയ്യും. അപ്പൊ അതെനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊരു അസുഖമാണെങ്കിലും എണീക്കാം. ഇപ്പൊ ഞാനൊരു 3 മാസം ഞാൻ മഞ്ഞപ്പിത്തമായിട്ട് റെസ്റ്റ് ഇരുന്ന ടൈമിലൊക്കെ മൂപ്പര് തന്നെയാണ്. ഞാൻ ഇവിടെ തന്നെയായിരുന്നു, പക്ഷെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും മൂപ്പരും 2 മക്കളും തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ മൂപ്പര് നമ്മളെല്ലാ കാര്യങ്ങളും നോക്കലായാലും എല്ലാം ചെയ്തു തരലൊക്കെ മൂപ്പര് തന്നെയായിരുന്നു. പിന്നെ ഹസ്ബൻഡിന്റെ ഉമ്മയും വരും, എന്റെ ഉമ്മയൊക്കെ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യലൊക്കെ ചെയ്തു. പക്ഷെ മൂപ്പര് എല്ലാ കാര്യത്തിലും നല്ല ഹെൽപ്പിങ് ചെയ്യും കേട്ടോ. അഞ്ചാമത്തെ എന്നെ പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തിയുള്ള ആൾ തന്നെയാണ്. മൂപ്പർക്ക് തന്നെ നല്ല വൃത്തിയിൽ നീറ്റിൽ വീട് കൊണ്ടുനടക്കണം. വീട് മാത്രമല്ല എല്ലാ കാര്യത്തിലും നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കണം എന്നുള്ള ഒരാളും കൂടിയാണ്. അപ്പൊ ഇതാണ് നമ്മളെ ഇഷ്ടപ്പെട്ട മൂപ്പർക്ക് എനിക്ക് മൂപ്പരിൽ ഇഷ്ടപ്പെട്ട 5 ക്വാളിറ്റിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി ഇഷ്ടമല്ലാത്ത 5 ക്വാളിറ്റി എന്താണെന്ന് നോക്കിയാലോ. ഇതായിരിക്കും ഇനി അവസാനം അടിയിൽ എത്തുന്നത്. കാരണം ഞാൻ ഇന്ന് നമ്മളെ ബോണ്ടിങ് നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് ഞാനും അറിയാൻ പോകുന്ന ഒരു നിമിഷം കൂടിയാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ എഴുതിയല്ലോ നിങ്ങളിൽ ഇഷ്ടമല്ലാത്ത. അപ്പൊ ഞാൻ ആദ്യം തന്നെ എഴുതും. ഇപ്പൊ മൂപ്പരല്ലേ ക്വാളിറ്റി ആദ്യം എഴുതിയത്. അപ്പൊ മൂപ്പരിലെ എനിക്ക് ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി ഒരു 5 എണ്ണം ഞാൻ എഴുതാൻ പോവാട്ടോ. ഫസ്റ്റ് ഞാൻ എഴുതാട്ടോ. അപ്പൊ ഞാന് 5 എണ്ണം ഒന്നല്ല കേട്ടോ, കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ നമ്മൾ 5 എണ്ണത്തിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മൂപ്പരിൽ ഇഷ്ടമല്ലാത്ത 5 ക്വാളിറ്റി എഴുതിയിട്ടുണ്ട്. ഇനി എന്നിൽ ഇഷ്ടമല്ലാത്ത ഒരു 5 ക്വാളിറ്റി മൂപ്പരും കൂടെ എഴുതിയിട്ട് നമുക്ക് ഒരുമിച്ച് വായിക്കാം കേട്ടോ. നോക്കാതെ നോക്കണം. അവിടെ ഞാൻ പറഞ്ഞ മതി, മുന്നേ നമ്മൾ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി നമുക്ക് എന്തോ പെട്ടെന്ന് എഴുതാൻ കഴിയുന്നതാണ്. ഇഷ്ടമുള്ള ക്വാളിറ്റിയാണ് നമുക്ക് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പൊ നമ്മള് ഇഷ്ടമുള്ള ക്വാളിറ്റിനെക്കാട്ടിലും ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി കാരണം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക നമ്മളെല്ലാവരും. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ ക്വാളിറ്റി അറിയണം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ നമുക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ഹസ്ബൻഡുമാരോടൊന്ന് ചോദിച്ചു നോക്കുക, നമ്മളിൽ ഇഷ്ടമുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് അവരെ കൊണ്ട് പറയിപ്പിക്കണം. എന്നാലല്ലേ നമുക്കും തന്നെ എങ്ങനെയുണ്ട് നമ്മളും അവരും തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്ന് മനസ്സിലാവുള്ളൂ.
അപ്പൊ ഞാൻ കുറെ കാലം ഇത് ചോദിക്കുമ്പോ വെറുതെ ഒന്ന് രണ്ടോ കാര്യം പറയും, നല്ല കുക്കിംഗ് ആണ് അല്ലെങ്കിൽ നല്ല ഹെൽപ്പിംഗ് ആണെന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് കാര്യമായിട്ട് അറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളെ ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് പെട്ടെന്ന് എഴുതി കഴിയും. ഇഷ്ടമുള്ള ക്വാളിറ്റിക്കാണ് താമസം. എന്നിൽ ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി എനിക്ക് ഒന്ന് രണ്ടെണ്ണം എനിക്ക് അറിയാം. എന്നെ ഒരുപാട് വട്ടം എന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. 5 എന്തെന്ന് അറിയണല്ലോ. ഒരു രണ്ടെണ്ണൊക്കെ എനിക്ക് അറിയാം മൂപ്പര് എന്താണ് എഴുതാൻ പോകുന്നതെന്ന്. ബാക്കിയും കൂടി എന്താന്ന് എനിക്ക് അറിയാൻ നല്ല എക്സൈറ്റഡ് ഉണ്ട്. മൂപ്പർക്കും അറിയാം ഞാൻ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. ഇഷ്ടമല്ലതേ പറയാൻ താമസം ഉണ്ടാവുള്ളൂ. അപ്പൊ എന്നിൽ ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി മൂപ്പർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ മൂപ്പർ എഴുതിയത് നമുക്ക് നോക്കാട്ടോ. ഇത് ഞാൻ എങ്ങനെ വായിക്കും? നമുക്ക് കണ്ടപ്പോ തന്നെ ഭയങ്കര സങ്കടമായി പോയി. കുട്ടികൾ അടിക്കും ആദ്യത്തത് എഴുതിയതാണ്. നമ്മൾ അതായത് ഒരു പാരന്റ്സിന് അല്ലെങ്കിൽ ഒരു മാതാവിന് നമ്മളെ കുട്ടികളെ അടിക്കുന്ന വല്ല താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കാര്യമുള്ള കാര്യങ്ങൾക്ക് മക്കളെ അടിക്കാറുള്ള നമ്മളെ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കുന്ന ടൈമിൽ നമ്മൾ അടിക്കാറുള്ള എപ്പോഴൊന്നും നമ്മൾ അടിക്കൂല. എന്നിട്ട് ആദ്യം തന്നെ മക്കളെ അടിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മള് വീട് കഴിഞ്ഞിട്ട് ഞാനെല്ലാം മനസ്സിലാക്കി കൊടുക്കും ബോണ്ടിങ് എന്താന്ന്. പിന്നെ പെട്ടെന്ന് വഴക്കിടും, രണ്ടാമത്തേതാണ് എഴുതിയിട്ടുള്ളത്. പെട്ടെന്ന് വഴക്കിടും. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പെട്ടെന്ന് നല്ലപോലെ അടി ഉണ്ടാക്കും. പക്ഷെ എനിക്ക് ക്ഷമല്ല. ഞാൻ വേണമെങ്കിൽ ഒരു 3-4 ദിവസം ഉണ്ടായിരിക്കും. പക്ഷെ മൂപ്പരെ കൊണ്ട് കഴിയില്ല. മൂപ്പരാണ് ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാറുള്ളതൊക്കെ. എനിക്ക് ക്ഷമ ഒട്ടും തന്നെ ഇല്ലാത്ത ആളാണ്. എങ്ങനെ ഇനി ക്ഷമിക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ക്ഷമ ഉണ്ട്. പക്ഷെ മൂപ്പരോട് വല്ലാതെ അങ്ങോട്ട് ക്ഷമ വരുന്നില്ല. അതെന്താന്ന് മനസ്സിലാക്കുന്നില്ല കേട്ടോ. അത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാ, നിനക്കറിയാം അവൻ ഇങ്ങോട്ട് വരും അറിയാം, അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എപ്പോഴും എന്നോട് ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് കേട്ടോ. മൂന്നാമത്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വഴക്കിട്ടാൻ മിണ്ടാൻ താമസമാണ്. ഞാൻ പറഞ്ഞ പോലത്തെ. പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോയാൽ സ്വഭാവം മാറും. സ്വന്തം വീട്ടിലോട്ട് പറഞ്ഞാൽ ഞാൻ എന്റെ മോക്ക് സ്കൂളില്ലാത്ത ടൈമിലേ പോകാറുള്ളൂ. ആദ്യമൊക്കെ എപ്പോഴും പോയിന് കേട്ടോ. നമ്മള് ഫാമിലിയിൽ നിന്നപ്പം, അതായത് തറവാട്ടിൽ നിന്നപ്പം നമ്മള് എപ്പോഴും പോയിരുന്നു വീട്ടിലോട്ട്. ഇപ്പൊ നല്ല സെപ്പറേറ്റ് ആയതിനു ശേഷം വല്ലാതെ വീട്ടിലോട്ട് പോകാറില്ല. അവ എപ്പോഴെങ്കിലും പോകാറുള്ളൂ. അപ്പൊ മൂപ്പർക്ക് എന്താ പറയുക, ഇന്ന് പോയാല് നാളെ തന്നെ അങ്ങോട്ട് വരണം. അപ്പൊ ഞാൻ എന്തെങ്കിലും അടി ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടെ നിൽക്കും. അപ്പൊ 2 ദിവസം ഗ്യാപ്പ് ഇട്ടു. അതാണ് ഈ സ്വഭാവം മാറുന്നെന്ന് പറയുന്നത്. എന്റെ അമ്മ കേക്കണ്ട. അടുത്ത ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇതിൽ മെയിൻ ആയിട്ടുള്ളത് അയക്കുന്ന കാര്യമാണ്. എനിക്ക് ചെറിയ കാര്യമായാലും എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. ദേഷ്യം കൺട്രോൾ ചെയ്യാനേ എനിക്ക് കഴിയില്ല. അതെന്താന്ന് അറിയില്ല. ഒന്നാമതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം അങ്ങോട്ട് ശരിയാവില്ല. മോന് നൈറ്റിൽ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉറക്കം ശരിയാത്തതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഡിപ്രഷൻ ആയി പോവും. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. എന്നാലും കുട്ടികൾ അടിക്കും എന്നൊക്കെ എഴുതുന്ന ഞാൻ വിചാരിച്ചത് തന്നെയല്ല. അപ്പൊ അതൊക്കെ മനസ്സിലുണ്ടാവും. ഇനി മൂപ്പരിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വരുന്ന പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും കേട്ടോ. പക്ഷെ ദേഷ്യം വന്നാൽ കൈ കിട്ടണ ഫുൾ എറിഞ്ഞു പൊട്ടിക്കും. എന്റെ കയ്യിലൊരു ഐഫോൺ ഉണ്ടായിരുന്നു. അത് ഒറ്റ നിമിഷം കൊണ്ടാണ് എറിഞ്ഞു പൊട്ടത്. അത് എന്തിനാന്ന് വെച്ചാല് മക്കളെ നോക്കണില്ല എന്ന് പറഞ്ഞിട്ടാണ്. മക്കളെ നോക്കണില്ല പറഞ്ഞത് മോൻ അവിടെ ഇരുന്നിട്ട് ഈ മുട്ട് കുത്തി പോകുന്ന ടൈമിൽ അവൻ വീണു. ആ വീണതിന്റെ ദേഷ്യം കൊണ്ട് എന്റെ ഫോണ് എറിഞ്ഞ് പൊട്ടിച്ചു. എന്താണോ കൈ കിട്ടുന്നത് അത് ഫുൾ എറിഞ്ഞു പൊട്ടിക്കും. ഇപ്പൊ അടുക്കളയിലാണ് ഈ പാത്രം ഗ്ലാസ് മൊത്തം എറിഞ്ഞു പൊട്ടിക്കും. അതാണ്. പക്ഷെ പെട്ടെന്ന് കൂളാവും ചെയ്യും. മൂപ്പര് ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടി മാത്രം. മൂപ്പർക്ക് വേണ്ടി മൂപ്പര് ജീവിക്കൂല. അപ്പൊ മക്കൾക്ക് എന്ത് വന്നാലും എനിക്കിട്ട് കിട്ടും. പിന്നെ മൂപ്പർക്ക് ദേഷ്യം വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ദേഷ്യപ്പെട്ടാണ്ട് സാധനങ്ങളൊക്കെ എറിഞ്ഞു പോയാൽ പിന്നെ ഫുഡ് കഴിക്കാൻ നല്ല സാധനങ്ങൾ കൊണ്ടായിരിക്കും തിരിച്ചു വരുന്നത് കേട്ടോ. രണ്ടാമത്തെ കാര്യം പേടിയാണ്. പേടി നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പേടി എന്തിന്റെ പേടിയാണ് വിചാരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പേടിയല്ല കേട്ടോ. പേടി എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഫ്ലൈറ്റ് കയറാൻ ഭയങ്കര പേടിയാണ്. അതുപോലെ തന്നെ ലിഫ്റ്റ് കയറാനും ഭയങ്കര പേടിയാണ്. രണ്ടാമത്തെ എനിക്ക് ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി എഴുതിയത് ഞാൻ പേടിയാണ് കേട്ടോ. പേടിയെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വേറൊരു അർത്ഥത്തിൽ വിചാരിക്കാൻ നിൽക്കണ്ട. പേടിയെന്ന് ഞാൻ പറയുന്നത് മൂപ്പർക്ക് ഫ്ലൈറ്റ് കയറാൻ ഭയങ്കര പേടിയാണ്. അതുപോലെ തന്നെ യന്ത്രൂഞ്ഞാലിൽ കയറൂല. അതുപോലെ തന്നെ ലിഫ്റ്റിൽ കയറൂല. ഇനിയിപ്പോ ലിഫ്റ്റിൽ സ്റ്റെപ്പ് ഇപ്പൊ 6ാം നിലയിലാണെങ്കിലും മൂപ്പര് സ്റ്റെപ്പ് കയറി വരുള്ളൂ, ലിഫ്റ്റിൽ വരൂല. മൂപ്പർക്ക് പേടിയാണ്. അതായത് ഈ ഫ്ലൈറ്റ് ആയാലും യന്ത്രൂഞ്ഞാലിലായാലും അതുപോലെ തന്നെ ലിഫ്റ്റ് ആയിട്ട് ഈ പൊന്തുമല്ലോ, അത് ഭയങ്കര പേടിയാണ്. അതായത് ബാലൻസ് പോവും, തല ഇറങ്ങുന്നില്ല, ഒരു സംശയരോഗം ഉണ്ടാവുമല്ലോ അത് തന്നെ. അതുകൊണ്ട് മൂപ്പര് കുറെ ഓഫറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പുറത്തു പോകാൻ. അപ്പൊ ഫ്ലൈറ്റിലായതുകൊണ്ട് മൂപ്പര് പോകില്ല. കപ്പലിലാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ട് പറഞ്ഞു എന്നോട്.
അപ്പൊ പേടി, അങ്ങനത്തെ കാര്യത്തിന് ഒരു പേടിയുള്ള ആളാണ്. അതുപോലെ തന്നെ ഈ എയറിലൊക്കെ പോകുന്നതിന് പേടിയുള്ള ആളാണ്. മൂന്നാമത്തെ എനിക്ക് ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി പറയുന്നത് OCD ആണ് കേട്ടോ. OCD എന്ന് പറഞ്ഞാല് നമുക്ക് വൃത്തി കുറെയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഓവർ വൃത്തിയാണ്. എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ചോറ് കൊണ്ടുവന്ന് കൊടുത്താല് വെള്ളം വേണമെന്ന് പറയാം. വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഗ്ലാസ് ഇതാ ഈ കൈയൊന്നും, അതായത് വെള്ളത്തിൽ തട്ടാൻ പാടില്ല. തട്ടി കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് കുടിക്കൂല. അതിന് നമ്മൾ നല്ല പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരു OCDന്റെ ഒരു സ്വഭാവം ഉള്ളതാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തത് പറയുന്നത്, നമ്മളിപ്പോ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വസ്ത്ര സ്വാതന്ത്ര്യം എനിക്ക് കിട്ടാറേ ഇല്ല. ഇപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അത് എടുക്കാനും സമ്മതിക്കില്ല. മൂപ്പർക്ക് എന്താണോ ഇഷ്ടം അതെടുത്ത് പോരാ, അതാണ് താല്പര്യം. അതാണ് ഞാൻ ഇട്ട് കാണാനും മൂപ്പർക്ക് താല്പര്യം. ഇപ്പോഴും ഏകദേശമൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ഇടാറ്. പക്ഷെ എനിക്ക് എപ്പോഴെങ്കിലും എന്റെ ഒരു ഇഷ്ടം കൂടി നോക്കണമല്ലോ വിചാരിക്കുമ്പോൾ കുറച്ചൊക്കെ അടി കൂടിയാണ്ടും എന്റെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് വസ്ത്ര സ്വാതന്ത്ര്യം എനിക്ക് തരാറില്ല. പിന്നെ അഞ്ചാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ്, സംശയരോഗം കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അറിയുന്ന ആരെങ്കിലും ഇപ്പൊ കണ്ട് സംസാരിക്കുമ്പോ അത് ആരാ, എവിടുന്നാ, A to Z വരെയുള്ള കാര്യം അറിഞ്ഞിരിക്കണം. കുറച്ച് സംശയരോഗമുള്ള ആളാണ്. അത് എന്റെ കല്യാണം കഴിയുമ്പോഴേ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ഇഷ്ടമില്ലാത്ത 5 ക്വാളിറ്റി നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ എത്രത്തോളം നമ്മളെ ബോണ്ടിങ് ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടില്ലേ? എനിക്കൊക്കെ ഏകദേശം ഒരു ധാരണ എനിക്ക് കിട്ടി എന്റെ ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി എഴുതിയപ്പോ തന്നെ. ഇനി നമ്മളെ ഫൈനലായിട്ടുള്ള മെമ്മറി പവർ ടെസ്റ്റ് ചെയ്യുന്ന ചോയ്സ് ആണ് വന്നിട്ടുള്ളത്. 1 മുതൽ +2 വരെ നമ്മൾ പഠിച്ചതിൽ നമ്മളെ ക്ലാസ് ടീച്ചർമാരെ പേര് നമുക്ക് ഓർമ്മയുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മെമ്മറി പവർ ടെസ്റ്റിംഗ് ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ മൂപ്പര് 1 മുതൽ +2 വരെയുള്ള ക്ലാസ് ടീച്ചർമാരെ പേരൊന്ന് എഴുതട്ടെ, പിന്നെ ഞാനും എഴുതട്ടെ. നമുക്ക് എല്ലാം ഒന്നും ഓർമ്മയില്ല, ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് ഒരു ചടപടയെന്നുള്ളൊരു വീഡിയോ കൂടി ആയതുകൊണ്ട് നമ്മൾ ഓർത്തെടുക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ മൂപ്പര് എഴുതട്ടെ കേട്ടോ. പെട്ടെന്ന് എഴുതണം, അറിയില്ലെങ്കിൽ അറിയാത്തത് എഴുതണ്ട കേട്ടോ. ടീച്ചർമാരൊക്കെ കാണുകയാണെങ്കിൽ അയ്യോ ഇവക്ക് എന്നെ ഓർമ്മയില്ല, അല്ലെങ്കിൽ ഇവനെന്നെ ഓർമ്മയില്ല എന്നൊക്കെ പറയും. നമ്മൾ കുറെ കാലമായില്ലേ, ഇപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഒരു 8 വർഷമായി. അപ്പൊ അത്ര മുന്നത്തെ ഇതല്ല. പിന്നെ +2 എന്ന് പറയുമ്പോ പിന്നെ ഒരു 10 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ +2 ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോ അതിന് മുന്നിലുള്ള 1, 2 ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണല്ലോ. എന്റെ 1 മുതൽ 10 വരെയുള്ള ടൈമിങ് എന്ന് പറയുന്നത്, നമ്മൾ 1 മുതൽ 7 വരെ ഒരു സ്കൂളിലും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ സ്കൂളിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ 1 മുതൽ +2 വരെ ഒരേ സ്കൂളിൽ തന്നെയല്ലേ പഠിച്ചത്? ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. പിന്നെ എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ LKG UKG അതുപോലെ തന്നെ നഴ്സറിയിൽ പഠിച്ചിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് 1ാം ക്ലാസ്സിലാണ് എന്നെ കൊണ്ട് ഇരുത്തിയത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചേർത്തിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. പിന്നെ ട്യൂഷൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ ഇങ്ങനെ എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഏകദേശം ABCDയും മലയാള അക്ഷരമൊക്കെ അറിയുന്നത് കൊണ്ടിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്നെ 1ൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. LKG UKG അതുപോലെ തന്നെ നഴ്സറി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടില്ല LKG UKG ഒക്കെ? ഉപ്പര് പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ല LKG UKG നഴ്സറി പഠിച്ചിട്ടില്ലേ? നമ്മൾ നഴ്സറിയിലൊന്നും പോയിട്ടില്ല. ആ കാലൊക്കെ നമുക്ക് മിസ്സിംഗ് ആണ് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ നഴ്സറിക്കൊക്കെ പോകുന്നതാണ് നമ്മളിങ്ങനെ ആ പഴയ കാലം തിരിച്ചു കിട്ടിയെങ്കിലും നേരെ ചിന്തിക്കാത്ത ഒരു മനുഷ്യര് പോലും ഉണ്ടാവില്ല ഇന്നത്തെ കാലത്ത്. കാരണം നമ്മളെ സ്കൂൾ ലൈഫ് ഒന്ന് തിരികെ കിട്ടിയെങ്കിൽ എന്ന് ഓർക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. ആ ഒരു കാലം എന്നൊക്കെ പറയുമ്പോൾ അന്ന് നമുക്ക് അതിന്റെ ഒരു വില മനസ്സിലാവില്ല. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് എത്രത്തോളം അത് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ എന്റെ 1 മുതൽ +2 വരെയുള്ള ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഫ്രണ്ട് ബെഞ്ചുകളായിരിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അതായത് ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് എപ്പോഴും ഞാൻ ഫ്രണ്ട് ബെഞ്ച് പോകും. 1 മുതൽ +2 വരെ ഞാൻ ഫ്രണ്ട് ബെഞ്ചുകളായിരിക്കും. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് അത്. ഫ്രണ്ട് ബെഞ്ചുമ്പോ ഫസ്റ്റ് ആയിരിക്കും. നമ്മള് ഇഷ്ടമില്ലാന്ന് പറഞ്ഞാല് ഈ സാറുമാരൊക്കെ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് ദേഷ്യം, കാരണം ഫസ്റ്റ് സ്റ്റാൻഡപ്പ് പറഞ്ഞാടാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുക. എനിക്ക് ഏറ്റവും ദേഷ്യമില്ല. അതിനൊക്കെ അതിന് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പുറകിൽ ഇരിക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്താണെന്നറിയോ, ടീച്ചേഴ്സ്മാരെ പേരറിയില്ലെങ്കിലും ടീച്ചേഴ്സ്മാരെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. മുഖം നല്ല ഓർമ്മയുണ്ട്. പക്ഷെ പേരാണ് കൺഫ്യൂഷൻ ആയി പോകുന്നത്, എന്താണ് ഏതാണെന്നൊക്കെ. പക്ഷെ നമുക്ക് മുഖം നല്ലപോലെ ഓർമ്മയുണ്ടാവും, പക്ഷെ പേരാണ് നമുക്ക് കിട്ടാത്തത്. പിന്നെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയാൻ നമ്മൾക്ക് ഇപ്പോഴും 1 മുതൽ നമ്മള് +2 വരെ പഠിച്ച ഫ്രണ്ട്സുകളെ നമുക്ക് ഓർമ്മയുണ്ടാവും. കാരണം അവരെ പിന്നെയൊക്കെ കാണുന്നോണ്ട് നമുക്ക് അറിയാം. ടീച്ചേഴ്സ്മാരെ നമുക്ക് കാണല് കുറവല്ലേ, അപ്പൊ നമുക്ക് പേരാണ് കൺഫ്യൂഷൻ. ഞാനിങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് എന്താണ് 1, 2 അറിയാം, എന്നാലും
കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പ്ലസ് ടു ഒക്കെ നമുക്കറിയാം, കാരണം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നാം ക്ലാസ്സിലെ ഗ്രൂപ്പും കാര്യങ്ങളൊന്നും ഇപ്പൊ നമ്മളെ കയ്യിലുണ്ടാവില്ലല്ലോ. കഴിഞ്ഞോ? അറിയാത്ത എഴുതണ്ട, ആലോചിച്ചിരിക്കണ്ട. അറിയാത്ത നമ്മൾ എത്ര തന്നെ ആലോചിച്ചാലും നമുക്ക് ഈ ഒരു ടൈമിങ്ങിൽ നമുക്ക് കിട്ടൂല. നമ്മൾ ഇനി കുറെ 2-3 ദിവസം നമുക്ക് ആലോചിക്കുമ്പോഴേ നമുക്ക് ഇന്ന് ടീച്ചർ ആയിരുന്നു നമുക്ക് ഓർമ്മ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ടീച്ചേഴ്സ്മാരെ പേര് എഴുതുമ്പോഴൊക്കെ നമുക്ക് പഴയ ഒരു സ്കൂൾ ലൈഫിലോട്ട് തിരിച്ചു പോകുന്ന ഒരു ഫീലിംഗ് ആണ്. കഴിഞ്ഞില്ലൊക്കെ. മൂപ്പര് 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ കുഞ്ഞമ്മ ടീച്ചർ ആണോ? കറക്റ്റ്. 2-ാം ക്ലാസ്സിൽ ദീപ ടീച്ചർ. ടീച്ചർമാരൊക്കെ അത് കാണുന്നുണ്ടാവും. 3-ാം ക്ലാസ്സിലെ ടീച്ചറിനെ ഓർമ്മയില്ല. പക്ഷെ മുഖം മനസ്സിൽ വരുന്നില്ലേ? ഇല്ല, അത് ഓർമ്മയില്ല. 4-ാമത്തത് ക്രേസി ടീച്ചർ. 5-ാം ക്ലാസ്സിൽ ജെയിംസ് സാറ്. 6 ഓർമ്മയില്ല. 7 അനിൽകുമാർ സാറ്. 8 ഓർമ്മയില്ല. 9 ജോസഫ് സാറ്. 10 രവി സാറ്. +1 +2 ഗഫൂർ സാറ്. മുപ്പര് കൊറേ തന്നെ മെമ്മറി പവർ ഉള്ള ആളാണ്, കാരണം ഇത്രയും ഓർത്തെടുത്തില്ല. ഒരു 3 മിസ്സിങ് ആയിട്ടുണ്ടാവുള്ളൂ. എന്റെ 1 മുതൽ +2 വരെയുള്ള ക്ലാസ് ടീച്ചർമാരെ പേരൊന്ന് എഴുതി നോക്കട്ടെ. എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല, പക്ഷെ കുറെയൊക്കെ ടീച്ചർമാരെ ഓർമ്മയുണ്ട് കേട്ടോ. ടീച്ചർമാരൊക്കെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ ഒരു വട്ടം പോയി കാണുന്നതാണ്. 1-ാം ക്ലാസ് ടീച്ചർമാരുടെ പേരെന്നെ ശരിക്കും ഓർമ്മയിട്ടുണ്ട്. മൂപ്പര് മോനളന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പൊ മോന്റെ അടുത്ത് പോയതാണ്. അവന് കുറെ ടൈമിംഗ് ഒന്നും അങ്ങനെ ഇരിക്കൂല, കാരണം കുറച്ച് കാർട്ടൂൺ എടുത്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അവന് തന്നെ ബോറടിക്കുന്നുണ്ട് കണ്ടിട്ട്. അപ്പൊ മൂപ്പര് അവന്റെ അടുത്ത് പോയതാണ്. അപ്പൊ ഞാൻ വായിക്കാട്ടോ. എന്റെ 1-ാം ക്ലാസ് പഠിപ്പിച്ച മിസ് ശ്യാമ ടീച്ചറായിരുന്നു. എനിക്ക് ആദ്യം കറക്റ്റ് ഓർമ്മ കിട്ടിയില്ല കേട്ടോ. പിന്നെ 2-ാം ക്ലാസ്സിലെ ടീച്ചറിന്റെ പേര് എഴുതിയപ്പോഴാണ് 1-ാം ക്ലാസ്സിലെ ടീച്ചറിന്റെ പേര് കിട്ടിയത് കേട്ടോ. 2-ാമത്തത് 2-ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചത് രത്നവല്ലി ടീച്ചറായിരുന്നു. ടീച്ചർ നല്ല ദേഷ്യക്കാരിയായിരുന്നു കേട്ടോ. നല്ല അടിയാണ്. ടീച്ചർ സോപ്പിടാൻ വേണ്ടിയിട്ട് നമ്മള് പൂവൊക്കെ കൊണ്ടു കൊടുക്കും. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. 3-ാമത്തെ ക്ലാസ് ടീച്ചറുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ മുഖം നല്ല ഓർമ്മയുണ്ട്. പേര് ഓർമ്മ കിട്ടുന്നില്ല. സീനിറ്റി അങ്ങനെ സാ വെച്ചിട്ട് എന്തോ ഒരു പേരാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ പേര് കറക്റ്റ് ആയിട്ട് ഓർമ്മ കിട്ടുന്നില്ല. 4-ാം ക്ലാസ് ടീച്ചറിന്റെ പേര് എന്ന് പറയുന്നത് രഞ്ജിത ടീച്ചറാണ് കേട്ടോ. ടീച്ചർ നല്ല അടിയാണ്. ടീച്ചർ അടികൊണ്ടാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. 5-ാം ക്ലാസ്സിൽ നമുക്ക് സാറായിരുന്നു. സാറ് പേര് സന്തോഷ് സാറാട്ടോ. 6-ാം ക്ലാസ്സിലെ സാറിന്റെ പേര് ബിനു സാർ എന്നാണ്. സാറ് നല്ല അടി തന്നെയാണ്, ശരിക്കും പറഞ്ഞാൽ എല്ലാരും അടിയാണ്. 5-ാം ക്ലാസ്സിലെ സാറിന്റെ പേര് സന്തോഷ് സാറാണ്. സാറൊക്കെ ഇപ്പോഴും ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 6-ാം ക്ലാസ്സിൽ ബിനു സാറായിരുന്നു, സാറും ഉണ്ട്. 7-ാം ക്ലാസ്സിൽ നമുക്ക് ജയദേവൻ സാറായിരുന്നു. സാറുണ്ടോ അറിയില്ല കേട്ടോ, പക്ഷെ സന്തോഷ് സാറ് ബിനു സാർ ഇപ്പോഴും അവിടെ തന്നെ നമ്മൾ സ്കൂളിന്റെ, അതായത് ഇൻസ്റ്റഗ്രാമിൽ സ്കൂളിന്റെ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് അതിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ 8-ാം ക്ലാസ്സിൽ നമ്മൾ വേറെ സ്കൂളിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ പഠിച്ച സ്കൂളിൽ 1 മുതൽ 7 വരെ ഉള്ളൂ. അവൻ 8-ൽ നമ്മൾ വേറെ സ്കൂളിലോട്ടാ വേറെ ഹൈസ്കൂളിലോട്ടാ പോയിരുന്നത്. അപ്പൊ അവിടെ 8-ാം ക്ലാസ്സിൽ നമുക്ക് ജെസ്സി ടീച്ചർ ആയിരുന്നു. 9-ാം ക്ലാസ്സിൽ നമുക്ക് ഫ്ലെമി ടീച്ചർ ആയിരുന്നു. 10-ാം ക്ലാസ്സിൽ നമുക്ക് ഷേർലി ടീച്ചർ ആയിരുന്നു. പിന്നെ +1 +2 നമുക്ക് ഷിബു സാർ. +1 +2 നമുക്ക് സിബി സാറായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഓർമ്മയില്ലാത്ത ആകെ ഒരൊറ്റ പേരാണ് 3-ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറെ പേര് ഓർമ്മയില്ല. പക്ഷെ ടീച്ചറെ ഇപ്പൊ ഫേസ് നമ്മളെ മൈൻഡിലുണ്ട്, പക്ഷെ പേര് ഒരു സാ വെച്ചിട്ട് എന്തോ ഒരു പേരാണ്. നല്ല അടിപൊളി നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ടീച്ചറാണ് കേട്ടോ. പക്ഷെ എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല. അതായത് മൂപ്പർക്ക് ഒരു 3 ടീച്ചർമാരെ പേരും എനിക്ക് ഒറ്റ ടീച്ചർമാരെ. കാരണം എന്നെക്കാട്ടിലും മുമ്പ് പഠിച്ചിറങ്ങിയത് കൊണ്ടാണ് മൂപ്പർക്ക് അത്ര മെമ്മറി പവർ ലോസ് ആകുന്നത്. നമ്മള് അപ്പൊ അത് കഴിഞ്ഞിട്ട് പഠിച്ചിറങ്ങിയത് കൊണ്ടാണ് നമുക്ക് ഇത്ര കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ മെമ്മറി പവർ വീഡിയോ വന്നിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നൊക്കെ നമ്മൾക്ക് താഴെ കമന്റ് അറിയിക്കുക. നമ്മൾ പെട്ടെന്നൊന്നും തട്ടിക്കുട്ടി എടുക്കാന്ന് വിചാരിച്ചിട്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മൈഗ്രീന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല വിചാരിച്ചിട്ട് പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് ഏകദേശം എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് മൂപ്പർക്കും മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.